ഭാരതം മുഴുവനും യേശുവിനെ അറിയുവാൻ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഏറ്റവും വലിയ പ്രാർത്ഥന നാം ജീവിക്കുന്ന രാജ്യത്ത് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശു നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ജമ്മു കാശ്മീർ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹിമാചൽ പ്രദേശ് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പഞ്ചാബ് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹരിയാന യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഉത്തരാഞ്ചൽ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. രാജസ്ഥാൻ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഉത്തർപ്രദേശ് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഗുജറാത്ത് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മധ്യപ്രദേശ് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മഹാരാഷ്ട്ര യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആന്ധ്രാപ്രദേശ് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർണാടക യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തമിഴ്നാട് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേരളം യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഛത്തീസ്ഗഡ് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒറീസ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ജാർഖണ്ഡ് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. വെസ്റ്റ് ബംഗാൾ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ബീഹാർ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ത്രിപുര യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സിക്കിം യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മേഘാലയ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അരുണാചൽ പ്രദേശ് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആസാം യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നാഗാലാൻഡ് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മണിപ്പൂർ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മിസോറം യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഡൽഹി യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ സ്ഥലങ്ങൾ മുഴുവൻ, ഭാരതം മുഴുവൻ, ഇനി ഏതെങ്കിലും പ്രദേശം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനും സമർപ്പിച്ചുകൊണ്ട്, ഭാരതമേ നിന്റെ രക്ഷ യേശുവിൻ്റെ കരങ്ങളിൽ, യേശു ക്രിസ്തു ഭരിക്കുന്ന, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിശുദ്ധ മത്തായി 5-ാം അധ്യായത്തിൽ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.